നമസ്കാരം. കാർഷിക ഓൺലൈൻ സെമിനാറിലേക്ക് കേൾക്കാം എല്ലാവർക്കും കേൾക്കാം സ്വാഗതം. എന്റെ കൃഷിയും കൃഷി ഫൗണ്ടേഷനും കൂടി ഒരുമിച്ച് നടത്തുന്ന ഒരു സെമിനാറാണിത്. ഈ രണ്ട് പ്ലാറ്റ്ഫോമിലും പ്രവർത്തിക്കുന്നത് കർഷകരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. സമൂഹത്തിലെ ഉൽപ്പന്നങ്ങളെ ഇടനിലക്കാരില്ലാതെ വിൽക്കാനും വാങ്ങാനുമുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് എന്റെ കൃഷി. കൃഷി ഫൗണ്ടേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ കാർഷിക രംഗത്ത് വരുന്ന ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയ സമൂഹത്തിൽ എത്തിക്കാനും നമ്മുടെ വീടുകളിൽ കുറഞ്ഞ ചെലവിൽ ചെയ്യാൻ പറ്റുന്ന ട്രെൻഡ്സിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. ഇന്ന് സെമിനാർ എടുക്കുന്ന വിഷയം കൃഷിയിടത്തിലെ നൂതന സാങ്കേതിക വിദ്യകൾ. സെമിനാർ നയിക്കുന്നത് ലിൻഡോ പോൾ സർ. സാറിനെ ഈ സെമിനാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നിങ്ങൾ പങ്കെടുത്ത ഓരോരുത്തരെയും സ്വാഗതം ചെയ്തുകൊണ്ട് സെമിനാർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമസ്കാരം. എല്ലാവരുടെയും മൈക്കൊന്ന് മ്യൂട്ട് ചെയ്ത് സഹകരിക്കണം. സാർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. തുടങ്ങാം സാർ. ഓക്കെ. എല്ലാ കർഷക സുഹൃത്തുക്കൾക്കും നമസ്കാരം. എന്റെ കൃഷിയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന സെമിനാറിലേക്കാണല്ലോ നമ്മൾ എല്ലാവരും വന്നിരിക്കുന്നത്. ഞാൻ മുൻപും എന്റെ കൃഷി ഈ പ്ലാറ്റ്ഫോമുമായിട്ട് ചേർന്ന് സെമിനാറൊക്കെ എടുത്തിട്ടുണ്ട്. അതിനകത്ത് പങ്കെടുത്തിട്ടുള്ളവരാരെങ്കിലും ഒക്കെ ഇവിടെ ഈ സെഷൻ ഉണ്ടായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മുൻപ് എടുത്തിട്ടുള്ള സെഷൻസ് ഒക്കെ ഉണ്ടല്ലോ, നമ്മളുടെ കൂൺ കൃഷി എന്ന് പറയുന്ന സെഷൻ ഉണ്ടായിരുന്നു. അതല്ല, പച്ചക്കറിയിലെ രോഗകീടബാധകളെ പറ്റി നമ്മൾ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് കൂടാതെ പിന്നെന്തൊക്കെ, തെങ്ങിന്റെ രോഗകീട നിയന്ത്രണങ്ങളെ പറ്റി ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ പല എന്റെ വിഷയം പത്തോളജിയാണ്. കൂടുതലും ആ ഒരു മേഖലയിലുള്ള വിഷയങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒന്നിലധികം ക്ലാസ്സുകൾ ഈ പ്ലാറ്റ്ഫോം വഴി ഞാൻ എടുത്തിട്ടുണ്ട്. എന്നാൽ ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് എടുത്തിരിക്കുന്നത് വിഷയം എന്ന് പറയുന്നത് ഒരു നൂതന സാങ്കേതിക വിദ്യ, കൃഷിയിടത്തിലെ അഡ്വാൻസ് അല്ലെങ്കിൽ മോസ്റ്റ് മോഡേൺ ടെക്നോളജി എന്ന വിഷയത്തെ പറ്റിയാണ്. നൂതനമായ സാങ്കേതിക വിദ്യകൾ, അതേപ്പറ്റിയാണ് ഇന്നത്തെ നമ്മളുടെ ക്ലാസ് ക്രമീകരിച്ചിരിക്കുന്നത്. ഈ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾ ഇതൊരു പക്ഷെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്, ഇതൊക്കെ എന്തിനാ ഞങ്ങളോട് വന്ന് പറയുന്നത് എന്നൊരു പക്ഷെ ചോദിച്ചേക്കാം. കാരണം എല്ലാവർക്കും ആക്സസിബിൾ അല്ല, എല്ലാവർക്കും പെട്ടെന്ന് പ്രാപ്യമായ ഒരു കൃഷി രീതികളെ പറ്റി ഒന്നും ആയിരിക്കില്ല എന്ന് ചർച്ച ചെയ്യുന്നത്. പിന്നെ ആമുഖമായിട്ട് അതങ്ങ് പറഞ്ഞേക്കാമല്ലോ. നമ്മൾക്ക് ചിലർക്ക് കുറച്ച് വാഴ കാണും, അല്ലെങ്കിൽ കുറച്ച് നെൽകൃഷി കാണും, കുറച്ച് കപ്പ കാണും. ഇവർക്കൊക്കെ ഈ നൂതന സാങ്കേതിക വിദ്യകള് ഉപയോഗിച്ച് കൃഷിരീതി മുൻപോട്ട് കൊണ്ടുപോകാൻ ഒരുപക്ഷെ സാധിച്ചു കൊള്ളണമെന്നില്ല. എന്നാലും കർഷകരെന്ന നിലയിൽ നിശ്ചയമായിട്ടും നിങ്ങൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. അതായത് ഏതൊരു മേഖലയിലാവട്ടെ, നമ്മളിപ്പോ കൃഷി എന്നല്ല, ആരോഗ്യ മേഖലയാകട്ടെ, നിങ്ങൾ ഒരു 60 വയസ്സുള്ള ഒരു ഡോക്ടറെ അദ്ദേഹത്തിന് എടുത്ത് ചികിത്സയ്ക്ക് പോവുകയാണ് എങ്കിൽ അദ്ദേഹം MBBS പഠിച്ച, അതായത് 60 വയസ്സുള്ള ആളാണെങ്കിൽ അദ്ദേഹത്തിന് 20കളിൽ ഏതാണ്ട് 40 വർഷം മുൻപ് പഠിച്ചതായ ആരോഗ്യ രീതി ആയിരിക്കില്ല അദ്ദേഹം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോ ഏതൊരു മേഖല, അതിപ്പോ കൃഷി ആയിക്കൊള്ളട്ടെ, ശാസ്ത്രമായിക്കൊള്ളട്ടെ, ഏത് വിഷയമായാലും അതിനകത്ത് വരുന്നതായ അഡ്വാൻസ്മെന്റ്സിനെ പറ്റി നമ്മൾ നിശ്ചയമായിട്ടും ബോധവാന്മാരായിരിക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന ബോധ്യം ഉള്ളത് കൊണ്ടാണ് ഈ ക്ലാസ് നിങ്ങൾക്ക് ക്രമീകരിക്കാമെന്ന് ഞാൻ ആഗ്രഹിച്ചത്. എന്റെ പഞ്ചായത്തില്, എന്റെ സ്ഥലം പിറവം എന്ന് പറയുന്ന എറണാകുളം ജില്ലയിലെ പിറവത്തിനടുത്തുള്ള ഓണക്കൂർ എന്ന് പറയുന്ന സ്ഥലമാണ്. ഞങ്ങളുടെ പഞ്ചായത്ത് പാമ്പാക്കുട പഞ്ചായത്താണ്. അപ്പൊ കഴിഞ്ഞ ചിങ്ങം 1-ാം തീയതി ഞങ്ങളുടെ പഞ്ചായത്തില് കർഷക ദിനത്തിന് ക്ലാസ് എടുക്കാൻ എന്നെ വിളിച്ചു. ഞാൻ കഴിഞ്ഞ വർഷം 3-4 വർഷമായിട്ട് പല പഞ്ചായത്തിലുള്ള ക്ലാസ് എടുക്കുക. അപ്പൊ ആദ്യമായിട്ടാണ് എന്റെ സ്വന്തം പഞ്ചായത്തില് കർഷക ദിനത്തിന് ക്ലാസ് എടുക്കാൻ എന്നെ വിളിക്കും. അല്ലാതെ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട ക്ലാസ് ഒക്കെ എടുക്കാൻ പോകാറൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ഈ വിഷയമാണ് ചർച്ച ചെയ്തത്. അത് കഴിഞ്ഞ് കർഷകർ പലതും ഇങ്ങനെ ആലോചിച്ചിരുന്നു, ഇത് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, കഴിഞ്ഞ വർഷത്തെ ക്ലാസ് അല്ല സാർ, അന്ന് ക്ലാസ് എടുക്കാൻ വന്നത് കുറച്ചുകൂടെ നന്നായിരുന്നു. അപ്പൊ നമുക്ക് കർഷകർക്ക് കൂടുതലും കേൾക്കാനായിട്ടുള്ള ആഗ്രഹം എന്ന് പറയുന്നത് അവർക്ക് നിത്യജീവിതത്തിൽ പ്രാവർത്തികമാക്കാവുന്നതായ കാര്യങ്ങളെ പറ്റി കേൾക്കാനാണ് പൊതുവെ കർഷക സുഹൃത്തുക്കൾക്ക് താല്പര്യം എന്നത് ഒരു വസ്തുതയാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് 1-2 ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ആ ഗ്രൂപ്പിലൊക്കെ തന്നിട്ടുണ്ട് ഒരു 10 കാര്യങ്ങൾ ഏറ്റവും മോസ്റ്റ് മോഡേൺ ആയിട്ട് നിങ്ങൾ നോട്ട് ബുക്കൊക്കെ അടച്ചു വെച്ചോട്ടോ. കാരണം എനിക്കറിയാം ഈ ഒരു പ്ലാറ്റ്ഫോമിനകത്ത് ബാക്കിയുള്ള, ഞാൻ ഒന്നിലധികം ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ക്ലാസ് എടുക്കുന്ന ആളാണ്.
കൂൺകൃഷിയെ പറ്റിയുള്ള ക്ലാസ് ഒക്കെ നടക്കുമ്പോൾ എന്നോട് വളരെയധികം ആളുകൾ വിളിച്ച് എന്നോട് സംസാരിക്കാനും എന്നോട് കൂൺകൃഷിയെ പറ്റി സംശയം ചോദിക്കാനൊക്കെ വിളിക്കാറുണ്ട്. അതോടൊപ്പം ചെടി രോഗകീടബാധകളെ പറ്റി ക്ലാസ് എടുക്കുന്ന സമയത്ത് അതേപറ്റി കൂടുതൽ അറിയാനുള്ള താല്പര്യം കൊണ്ടും ഒക്കെ കൂടുതൽ കർഷകരും അതുപോലെയുള്ളവരും ഒക്കെ വിളിച്ച് സംസാരിക്കുകയും ഒക്കെ എനിക്ക് കുറെ സുഹൃത്തുക്കളെ നേടിത്തന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഈ എന്റെ കൃഷി എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം. ഇന്നത്തെ നമ്മളുടെ ക്ലാസിന്റെ പ്രധാന വിഷയം ഇത് തന്നെയാണ്, മോസ്റ്റ് മോഡേൺ, അതായത് ഏറ്റവും ആധുനികമായ കാര്യങ്ങൾ എന്തൊക്കെയാണ് കൃഷിയിൽ ഉള്ളത് എന്നുള്ളത് ഇതിനെപ്പറ്റി പെട്ടെന്ന് പറഞ്ഞ് ഏതാണ്ട് ഒരു മണിക്കൂറൊന്നും എനിക്ക് വേണ്ട, വേഗം തന്നെ ക്ലാസ് അവസാനിപ്പിച്ചുകൊള്ളാം എന്ന് ആഗ്രഹത്തില് ക്ലാസ് ആരംഭിക്കുന്നു. സ്ലൈഡ് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാമോ എന്നൊന്ന് പറയണം കേട്ടോ. നിങ്ങൾക്ക് സ്ലൈഡ് കാണാമോ? കാണാം സർ, കാണാം. ഹലോ, കാണാം സർ, കേൾക്കാമോ? കാണാം. ഒരു മിനിറ്റ് കേട്ടോ. കാണാം കാണാം. യെസ്, മോഡേൺ ടെക്നോളജീസ് ഇൻ അഗ്രികൾച്ചർ. എന്തിനാണ്, കാണാമല്ലോ അല്ലെ സ്ലൈഡ്? കാണാം സർ, കാണാം കാണാം. ഹലോ, ഓക്കെ. നമ്മൾ ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ 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 ഈ ഒരു സെഷന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നൂതനമായ കാർഷിക വിദ്യകളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുവാനും അതിന്റെ ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസിന്റെ കുറച്ച് തലങ്ങൾ നിങ്ങളെ ഒന്ന് മനസ്സിലാക്കി തരുവാനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു സെഷൻ ഞാൻ ഉപയോഗിക്കാനായിട്ട് പോകുന്നത്. യെസ്, നിങ്ങൾക്ക് കാണാൻ മോസ്റ്റ് മോഡേൺ ടെക്നോളജീസ്. എന്താണ് മോഡേൺ ടെക്നോളജി എന്നതിനെ പറ്റി നിങ്ങൾ ആ ചിത്രത്തിൽ കാണുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കാം. ഒരു റോബോട്ട് വന്ന് അവിടെ ഉള്ളതായ അവിടെയുള്ള ലെറ്റ്യൂസ് പ്ലാന്റ്സോ അല്ലെങ്കിൽ കാബേജോ ഒക്കെ ആയിരിക്കാം, അതിനെയൊക്കെ കൃഷിയിൽ ഉള്ളതായിട്ട് ചെയ്യുന്നതായിട്ടുള്ള ഒരു ചിത്രം. നിങ്ങൾ പലപ്പോഴും ഇങ്ങനെ ചിത്രങ്ങൾ കണ്ടിട്ടുണ്ടാകാം. നിങ്ങൾ അല്ലെങ്കിൽ ഇസ്രായേലിലൊക്കെ കുറച്ച് കർഷകരൊക്കെ പോയിട്ടുണ്ടായിരുന്നല്ലോ, അവരൊക്കെ പോയിട്ട് നേരിട്ട് കണ്ടിട്ടുണ്ടാകും. അപ്പൊ ഇന്നത്തെ കാർഷിക മേഖല എന്ന് പറയുന്നത് കഴിഞ്ഞാൽ അത് ഒരു ടെക്നോളജി അല്ലെങ്കിൽ ഒരു പരമ്പരാഗതമായ രീതി മാറി നൂതനമായ കാർഷിക മേഖലയിലുള്ളതായ അഭിവൃദ്ധികളെ പറ്റി തേടിക്കൊണ്ടിരിക്കുന്നതായ ഒരു കാലത്താണ് നമ്മൾ. ഏത് മേഖലയായാലും, കൃഷി മാത്രമല്ല, ഏതൊരു മേഖലയായാലും അതാത് കാലാകാലങ്ങളായിട്ട് കൃഷിയിടത്തിൽ കളയും പോത്തും ഒക്കെ പോയി ട്രാക്ടറും ടില്ലറും ഒക്കെ വന്നതുപോലെ തന്നെ ഒരു മാറ്റം കൃഷിയിടത്തിലും നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നത്. ഇതിലല്പം കൂടെ ഒരു ദ്രുതഗതിയിലാണ്. പണ്ടത്തെ പോലെ ഒരു ഇതൊക്കെയുള്ള ഒരു ചേഞ്ച് അല്ല, ഒരു പെട്ടെന്ന് ഒരു സഡൻ ചേഞ്ച് ആയിട്ടായിരിക്കും ഇത് നടക്കുന്നത് എന്ന കാര്യവും നിങ്ങൾ മനസ്സിലാക്കണം. പണ്ട് കളവണ്ടിയിൽ നിന്ന് അല്ലെങ്കിൽ കാളയെ പൂട്ടിക്കൊണ്ടിരുന്ന ഒരു അവസ്ഥയിൽ നിന്ന് ഈ പുതിയതായ ടില്ലറിലേക്കും ട്രാക്ടറിലേക്കും എടുത്ത ആ ഒരു സമയം തന്നെ അത്ര പോലും സമയം ഒരുപക്ഷെ ഇതിനുണ്ടായിട്ടില്ല. ഇത് പെട്ടെന്നുള്ളൊരു ചേഞ്ചാണ് നമ്മളിവിടെ കാണുന്നത്. എന്തിനാ നമ്മൾ ഈ ഒരു പുതിയ ടെക്നോളജീസ് നമ്മൾ അതിന്റെ പിന്നാലെ പോകാനുള്ള കാരണം? ഒന്നാമത്തെ ഒരു കാരണമാണ് ക്ലൈമറ്റ് ചേഞ്ച്. കാലാവസ്ഥാ വ്യതിയാനം ഒരു പ്രധാന വിഷയമാണ്. നമ്മൾ പരമ്പരാഗതമായ രീതികൾ പിന്തുടരുകയാണ് എങ്കിൽ നമുക്ക് എപ്പോഴും നമുക്ക് എപ്പോഴും ആ ഒരു കൃഷി മാറുന്ന അവസ്ഥയിൽ നമുക്ക് ഒരുപക്ഷെ അതിനോടൊപ്പം ഓടിയെത്താൻ നമുക്ക് എപ്പോഴും സാധിച്ചു കൊള്ളണം എന്നില്ല. ആ മൈക്കൊന്ന് മ്യൂട്ടാക്കാമോ? ഓക്കെ. കാലാവസ്ഥാ വ്യതിയാനം പോലുള്ളതായ പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്ക് എപ്പോഴും ഈ പുതിയ പരമ്പരാഗതമായ കൃഷി രീതികൾ കൊണ്ട് നമുക്ക് അതിനൊപ്പം ഓടിയെത്താൻ സാധിച്ചു കൊള്ളണമെന്നില്ല. അതുകൊണ്ട് നമ്മൾ പുതിയ ടെക്നോളജീസിനെ അവലംബിക്കുന്നു. രണ്ടാമത് ലേബർ ഷോർട്ടേജ്. നമുക്ക് പഴയതുപോലെയൊന്നും നമുക്ക് ആളുകളെയൊന്നും കിട്ടാനില്ല. നമ്മള് നമ്മളുടെ നാട്ടിൽ നിന്നുള്ള പഴയ വരമ്പിടാനും അതിനൊക്കെ നമുക്ക് ആളുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ആ ഒരു അവസ്ഥ മാറിയിട്ട് ഇന്ന് ആളുകളെ കിട്ടാനായിട്ട് കുറവാണ്. അതുകൊണ്ട് നമ്മൾക്ക് പുതിയതായ ഒരു ടെക്നോളജീസ് നമ്മൾ തുടരേണ്ടതായ ആവശ്യമുണ്ട്. പിന്നെ കൂടുതൽ അധികമായിട്ട് ഇൻപുട്ട് കോസ്റ്റ്, നമുക്ക് ലഭ്യത, പണം ഏറി വരികയാണ്. ഏത് മേഖലയിലും പോലെ കൃഷിയും ചെലവേറിയ ഒന്നായിട്ട് മാറുന്നു. എന്നാൽ അതുപോലെ ഒരു വരവ് നമുക്ക് കിട്ടാത്തൊരവസ്ഥയിൽ ടെക്നോളജി നമ്മൾ അവലംബിക്കേണ്ടത് ഏറെ ആവശ്യമാണ്. അതിനകത്ത് നമ്മൾ ആദ്യത്തെ വിഷയമായിട്ട് ചർച്ച ചെയ്യുന്നതാണ് പ്രെസിഷൻ അഗ്രികൾച്ചർ അല്ലെങ്കിൽ സ്മാർട്ട് ഫാമിംഗ് ടൂൾസ്. പ്രെസിഷൻ അഗ്രികൾച്ചർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ വാക്ക് ഒരു പക്ഷെ
പരിചിതമായിരിക്കില്ല സാധാരണക്കാർക്ക്. പ്രെസിഷൻ എന്ന് പറഞ്ഞാൽ കലയെ കൂട്ടി തീരുമാനിക്കുന്ന, അത് സ്മാർട്ട് ഫാമിംഗ് ടൂൾസ്, അത് ഒരു സെൻസർ പോലെയുള്ളതായ അവസ്ഥകളോ അല്ലെങ്കിൽ GPS മൊബൈൽ ആപ്ലിക്കേഷനോ ഒക്കെ വഴി കൃത്യമായ ഒരു കർഷകർക്ക് കൃത്യമായ ഒരു അവബോധം ലഭിക്കുന്ന ഒരു കൃഷി രീതിയാണ് ഈ പ്രിസിഷൻ അഗ്രികൾച്ചർ അല്ലെങ്കിൽ സ്മാർട്ട് ഫാമിംഗ് ടൂൾസ്. അതിനെപ്പറ്റി പ്രധാനപ്പെട്ടത് എന്തൊക്കെയാണെന്ന് വേഗം പറഞ്ഞ് അവസാനിപ്പിച്ചോളാം. പ്രധാനപ്പെട്ട അതിനകത്ത് ഒരെണ്ണമാണ് സോയിൽ സെൻസർ. ആ ഫസ്റ്റ് പടത്തിൽ കാണുന്ന സാധനമാണ് സോയിൽ സെൻസർ. ഈ സെൻസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണിലെ ജലാംശത്തെ നമുക്ക് അളക്കാൻ സാധിക്കുന്നതാണ്. സോയിൽ ന്യൂട്രിയൻസ്, മണ്ണിനകത്ത് ഏതൊക്കെ വളത്തിന്റെ അഭാവമുണ്ട് എന്ന് നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ മണ്ണിൻ്റെതായ pH, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, അങ്ങനെയൊക്കെ ഉള്ളതായ ഒരു അവസ്ഥയെ പറ്റി നമുക്ക് കൃത്യമായി പഠനം നടത്തുവാൻ ഈ ഒരു പ്രിസിഷൻ സോയിൽ സെൻസേഴ്സ് കൊണ്ട് നമുക്ക് സാധിക്കും. രണ്ടാമത്താണ് വെതർ സെൻസർ. ഈ വെതർ സെൻസർ എന്താണ്? വെതർ സെൻസറിനകത്ത് കാലാവസ്ഥയും അതുപോലെ തന്നെ ഉള്ളതായ നമ്മുടെ കാലാവസ്ഥയുടെ അവസ്ഥകൾ, മഴയുടെ ഒക്കെ ലഭ്യതയെ പറ്റി കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ വരാനുള്ളത് ഇപ്പൊ നമുക്ക് പുതിയ ടെക്നോളജീസ് ഒക്കെ വെച്ചുള്ളതാണ്. നാളത്തെ വെതർ ഫോർകാസ്റ്റിംഗ് നമുക്ക് ഇന്നേ നടത്തിയെടുക്കാനൊക്കെ രീതിയിൽ സാധിക്കാൻ വേണ്ടി ഇത് സഹായിക്കുന്നതാണ് വെതർ സെൻസേഴ്സ്. മൂന്നാമത്തത് മൊബൈൽ ആപ്സ്. നമുക്കറിയാം നമ്മളുടെ ഫോണിൽ ഇഷ്ടംപോലെ ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഇപ്പൊ നിങ്ങൾ ഈ ക്ലാസ് കേൾക്കുന്നത് ഏതെങ്കിലും ഒരു മൊബൈൽ ആപ്പ് കൊണ്ടായിരിക്കാം, അല്ലെ? വാട്സാപ്പ് വഴിയായിരിക്കാം നിങ്ങൾക്ക് ഇതിന്റെ ഇൻവിറ്റേഷൻ കിട്ടിയിട്ടുണ്ടാവുക. അതോടൊപ്പം തന്നെ പ്രധാനമായിട്ടും മറ്റ് ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം അല്ലെങ്കിൽ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി നിങ്ങൾ ആമസോൺ ഉപയോഗിക്കുന്നുണ്ടാകാം. അങ്ങനെ അനേകം ആപ്ലിക്കേഷൻസ് നമ്മളുടെ ഫോണിനകത്തുണ്ട്. അതുപോലെയുള്ളതായ മൊബൈൽ ആപ്പുകൾ വഴി നമുക്ക് നമ്മളുടെ കൃഷിയിടത്തിലെ രോഗങ്ങളെയും കീടങ്ങളെയും ഒക്കെ തിരിച്ചറിയാൻ സാധിക്കുന്നു. ഏതൊക്കെ വളങ്ങൾ ഏതൊക്കെ കാലത്താണ് നമ്മൾ കൃഷി ചെയ്തത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. കഴിഞ്ഞ തവണ ഏതാണ് വളം ചെയ്തത്, ഇത്തവണ അടുത്ത വളം ഏതാണ് ചെയ്യേണ്ടത് എന്നുള്ളതായ കണക്കൂട്ടൽ നമുക്ക് നടത്താൻ സാധിക്കുന്നതായ ഇവരുള്ളതായ മൊബൈൽ ആപ്ലിക്കേഷൻസ് നമുക്കിന്ന് ലഭ്യമാണ്. നാലാമത്തതാണ് GPS ബേസ്ഡ്. ആ നാലാമത്തെ താഴത്തെ ചിത്രം നോക്കി ഒരു മാപ്പിന്റെ പടം കാണാൻ പറ്റില്ലേ മോളിൽ എന്നുള്ളത്? ഇത് GPS ബേസ്ഡ് ഫീൽഡ് മാപ്പിംഗ് ആണ്. എന്താണ് GPS? ഏറ്റവും നമ്മളൊരു നെല്ലിന്റെ ഒരു പാടത്ത് പോവുകയാണെങ്കിൽ ഏതൊക്കെ ഭാഗത്താണ് കൂടുതൽ ഞാറുള്ളത്, ഏതൊക്കെ ഭാഗത്താണ് കുറവ് ഞാറുള്ളത്. അപ്പൊ ഈ കൂടുതൽ ഞാറുള്ളിടത്ത് കൂടുതൽ വളം വേണം, കൂടുതൽ വെള്ളം വേണം. കുറവ് ഞാറുള്ളിടത്ത് കുറവ് വെള്ളം മതി. ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി നമ്മെ സഹായിക്കുന്നതായ ഒരു വസ്തുതയാണ് GPS ബേസ്ഡ് ഫീൽഡ് മാപ്പിംഗ്. അഞ്ചാമത്തത് വേരിയബിൾ റേറ്റ് ടെക്നോളജി. ഒരു ട്രാക്ടർ ഓടുന്ന പടം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. ഇതൊക്കെ വേരിയബിൾ റേറ്റ് ടെക്നോളജി എന്ന് പറഞ്ഞെങ്കിൽ നമുക്കൊരു 10 ഏക്കർ കൃഷിയിടം ഉണ്ടെങ്കിൽ ഈ 10 ഏക്കറിന്റെ എല്ലാ ഭാഗത്തും ഒരേ രീതിയിലായിരിക്കില്ല വളത്തിന്റെ ആവശ്യം. 10 ഏക്കറിന്റെ എല്ലാ ഭാഗത്തും ഒരേ രീതിയിലായിരിക്കില്ല വെള്ളത്തിന്റെ ആവശ്യം. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഈ വേരിയബിൾ ആയിട്ട് ഓരോ കൃഷിയിടത്തിന്റെ ഓരോ ഭാഗങ്ങളിലും ഏത് തോതിലാണോ ഇവയെല്ലാം വേണ്ടത് എന്ന് നമ്മെ മനസ്സിലാക്കാൻ വേണ്ടിയുള്ളതായ ഒരു സംവിധാനമാണ് വേരിയബിൾ റേറ്റ് ടെക്നോളജി എന്നുള്ളതായ അവസ്ഥ. അപ്പൊ ഈ ഒരു 5 കാര്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട പ്രിസിഷൻ അഗ്രികൾച്ചറിലെ ഭാഗങ്ങൾ ഈ ഒരു 5 എണ്ണമാണ്. ഇതിനെപ്പറ്റി നിങ്ങൾക്കൊരു അവബോധം നൽകാൻ സാധിച്ചു എന്ന് കരുതുന്നു. അടുത്തതിലേക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുന്ന അടുത്താണ് ഡ്രോൺ ടെക്നോളജി. നമുക്ക് ഡ്രോൺ ഒക്കെ ഇപ്പൊ കുറച്ചും കൂടെ പഴയതിലും പരിചിതമായിരിക്കണം. നമ്മൾ ഡ്രോൺ കൂടുതലും കാണുന്നത് നമ്മുടെ കല്യാണ വീടുകളിലൊക്കെ പോകുമ്പോൾ ഇപ്പൊ ഈ ക്യാമറാമാൻമാര് ചെറിയ തോതിലുള്ള ഡ്രോൺ കൊണ്ട് അവർ ഫോട്ടോയും വീഡിയോസും ഒക്കെ കൃത്യമായിട്ട് എടുക്കുന്നുണ്ട്. അപ്പൊ ഡ്രോൺ കണ്ടിട്ടുള്ളവരായിരിക്കും, അല്ലെങ്കിൽ അതിന്റെ പഠനത്തിൽ കണ്ടിട്ടുള്ളവരായിരിക്കും ഇവിടെ ഉള്ളതായ ഭൂരിഭാഗം പേര്. നമ്മുടെ നൂതനമായ കാർഷിക വിദ്യകളിൽ പ്രധാനപ്പെട്ട ഒരു ഒരു ടൂളായിട്ട് ഈ ഡ്രോൺ എന്ന് മാറിയിരിക്കുകയാണ്, അല്ലെങ്കിൽ നാളെ മാറാൻ പോവുകയാണ്. എന്തൊക്കെയാണ് ഈ ഡ്രോണിന്റെ സാധ്യതകൾ എന്ന് നമുക്ക് പെട്ടെന്ന് പഠിച്ചു പോകാം മുമ്പോട്ട്. ആദ്യത്താണ് ഏരിയൽ ഇമേജിങ്. ആദ്യത്തെ ചിത്രം നിങ്ങൾക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു നെൽപ്പാടമായിരിക്കാം, ഇതിന്റെ പല ഭാഗങ്ങളിലും ഉള്ളതായ പല രീതിയിലായിരിക്കും ആ ഒരു
അതിന്റെ പച്ചപ്പും ഒക്കെ കിടക്കുന്നത്. അപ്പം ഏരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായുവിൽ മുകളിൽ നിന്നൊരു ഫോട്ടോ നമുക്ക് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഏതെങ്കിലുമൊക്കെ ഭാഗത്ത് മഞ്ഞളിപ്പുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗത്ത് നമുക്ക് ഏതെങ്കിലും നിറവ്യത്യാസങ്ങളൊക്കെ ഉണ്ടോ, അല്ലെങ്കിൽ എവിടെയെങ്കിലും വെള്ളം കൂടുതലായിട്ട് വല്ലതും കാണുന്നുണ്ടോ, ഏതെങ്കിലും ഒരു പ്രത്യേക ഭാഗത്ത് വളത്തിന്റെ കുറവുണ്ടോ. അപ്പൊ ഇതൊക്കെ നമുക്ക് ഒരുപക്ഷെ നമ്മൾ താഴെ നിന്ന് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പരന്ന് കിടക്കുന്നതായ ഏക്കറുകളോളം കിടക്കുന്ന പുഞ്ചപ്പാടത്ത് നമുക്ക് ഒരുപക്ഷെ നമുക്കത് എപ്പോഴും സാധ്യമായിക്കൊള്ളണമെന്നില്ല. ഇനി ഡ്രോൺ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് വീട്ടിലിരുന്നായാലും ഇതിനെ മോണിറ്റർ ചെയ്യാനുള്ള ഒരു സംവിധാനത്തിലേക്ക് നമ്മൾ എത്താൻ പോവുകയാണ്. അപ്പൊ ഏരിയൽ ഇമേജിംഗ് എന്ന് പറയുന്ന ഒരു വസ്തുതയെ പറ്റി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ഈ വക കീടത്തിന്റെ ആക്രമണോ അല്ലെങ്കിൽ വെള്ളത്തിന്റെ ഉള്ള സ്കേഴ്സിറ്റിയോ ഒക്കെ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടാച്ചാൽ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. രണ്ടാമത്തതാണ് NDVI ഇമേജിംഗ്. രണ്ടാമത്തെ പടം നോക്കിയാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാമല്ലോ, ഒരു നമ്മളുടെ നെൽപ്പാടത്തോട് ചേർന്ന് ചെറിയ ലൈനുകളും ഒക്കെ ഉണ്ട്. ആ ലൈനിന്റെ ഭാഗമായിട്ട് ഒരു എന്താ പറയുക, നിറ വ്യത്യാസമുള്ളതായ ഒരു ഭാഗത്ത് ഓറഞ്ച് കാണാം, ഒരു ഭാഗത്ത് നിങ്ങൾക്ക് മഞ്ഞ കാണാം, ചില ഭാഗത്ത് ചുവപ്പ് കാണാം. അങ്ങനെയൊക്കെ ഉള്ളതായ പല രീതിയിലുള്ളതായ കളർ നിറങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ NDVI എന്ന് പറഞ്ഞാൽ നോർമലൈസ്ഡ് ഡിഫറൻസ് വെജിറ്റേഷൻ ഇൻഡെക്സ്. ഈ NDVI ഇമേജ് കൊണ്ട് നമ്മളതൊരു ഒരു ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഏരിയൽ ഇമേജ് പോലെ തന്നെ ചെടിയുടെ ആരോഗ്യം എവിടെയൊക്കെയാണ് ആവശ്യമുള്ളത്, അല്ലെങ്കിൽ ഏതൊക്കെ ഭാഗത്തെ ചെടിയുടെ ആരോഗ്യം കുറവാണ് എന്ന് ഏരിയൽ ഇമേജ് വഴി നമ്മളെ ആ ഒരു ഏരിയൽ മാപ്പിംഗ് വഴി നമ്മൾ മനസ്സിലാക്കുന്ന ഒരു സംവിധാനമാണ് NDVI ഇമേജിംഗ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഡ്രോൺ സ്പ്രേയിങ്. നിങ്ങൾക്ക് അതൊരു അല്പം കൂടെ പരിചിതമായിരിക്കാം. നമ്മളുടെ കൃഷി വിജ്ഞാന കേന്ദ്രങ്ങളൊക്കെ വഴി ഈ ഡ്രോൺ വഴി സ്പ്രേയിങ്ങിനൊക്കെ വേണ്ടി മാതൃകാ തോട്ടങ്ങളൊക്കെ ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്. നമുക്കറിയാം, നമ്മളൊരു പമ്പിനകത്ത് നമ്മളുടെ മരുന്ന് നമ്മൾ കലക്കി പാടത്തടിക്കാൻ പോവുകയാണെങ്കിൽ അതിന് നിശ്ചയമായിട്ടും കുറെയൊക്കെ വേസ്റ്റേജ് വരും. അല്ലെങ്കിൽ നമ്മൾ ആദ്യം അടിക്കുന്ന തോതായിരിക്കില്ല ചിലപ്പോൾ അവസാനം അടിക്കുന്നത്, അല്ലെങ്കിൽ ആദ്യം കലക്കുന്ന രീതിയിൽ നമുക്ക് അവസാനം വരെ ആ ഒരു കൺസിസ്റ്റൻസി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കാതെ വരാം. അല്ലെങ്കിൽ ആദ്യം അടിച്ചതിപ്പോ നന്നായിട്ട് അടിച്ചു, അപ്പോഴാണ് മരം തീരാൻ പോവാന്ന് പറഞ്ഞത്, അപ്പൊ അവസാനം ആയപ്പോഴത്തേക്കും കുറച്ച് അല്ലെങ്കിൽ എനിക്ക് തോത് കുറയ്ക്കുക. അപ്പൊ അങ്ങനെയുള്ളതായ സംഭവങ്ങളൊക്കെ പാടത്ത് മരമടിക്കുമ്പോൾ സംഭവിക്കാറുള്ളതാണ്. ഇതിനൊക്കെ ഒരു വിപരീതമായിട്ട് നമ്മൾ കൃത്യമായി ഡ്രോൺ വഴി ഈ ഒരു സ്പ്രേയിങ് നടത്തുകയാണ് എങ്കിൽ കെമിക്കൽ വേസ്റ്റേജ് കുറച്ച് യൂണിഫോം ആയിട്ട് 10 ഏക്കർ കൃഷിയിടത്തിന്റെ ഇങ്ങേ വശത്ത് എങ്ങനെയാണോ അതുപോലെ തന്നെ അവിടെ അതിന്റെ മറുവശത്തും ആ ഒരു ലഭ്യത സാധ്യമാകുവാനുള്ളതായ ക്രമീകരണം ചെയ്യുന്നു ഡ്രോൺ. പിന്നെ മാപ്പിംഗ്, ഡെൻസിറ്റി. ഞാൻ അത് പറഞ്ഞല്ലോ, കൃഷിയിടത്തെ ഡെൻസിറ്റി, ഏതൊക്കെ ഭാഗത്താണ് തിങ്ങി നിൽക്കുന്നത്, ഏതൊക്കെ ഭാഗത്താണ് കുറച്ച് ഇതിന്റെ പോപ്പുലേഷൻ കുറവുള്ളതെന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനും അതോടൊപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് വളം പോലെയുള്ളതായ പ്രക്രിയകൾ ചെയ്യുവാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് ഡ്രോൺ ടെക്നോളജി. അടുത്തതാണ് ക്ലൈമറ്റ് സ്മാർട്ട് അഗ്രികൾച്ചർ. നമുക്കറിയാം ഇപ്പൊ നല്ല മഴയല്ലേ എല്ലായിടത്തും. ഞങ്ങളുടെയൊക്കെ ഇവിടെ നല്ല മഴയാണ്. നാളെ രാവിലെ നോക്കുകയാണെങ്കിൽ നല്ല വെയിലായിരിക്കും, ചിലപ്പോൾ നാളെ വൈകുന്നേരം നമുക്ക് ചൂടത്ത് ഫാൻ ഇടാതെ കിടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇപ്പൊ കാലാവസ്ഥ എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏറെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു രീതിയാണ്. കാലാവസ്ഥ എന്ന് പറയുന്ന വാക്കിന് പോലും എന്താ പറയുക, പ്രസക്തി ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ ആയിരിക്കുന്നത്. ജൂൺ 1-ാം തീയതി മഴ പെയ്യുന്നതൊക്കെ മാറി മഴയും ഇന്ന് മഴ എപ്പോഴാ പെയ്യുന്നത് അല്ലെങ്കിൽ ആ ഒരു രീതിയെപ്പറ്റി നമുക്ക് മനസ്സിലാക്കാൻ പോലും സാധിക്കാത്ത രീതിയിലാണ് ഇപ്പം നമ്മുടെ കാലാവസ്ഥ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോ കൂടുതലായിട്ടും മഴയെയൊക്കെ ആശ്രയിച്ച് കൃഷി ചെയ്യുന്നതായ കർഷകരെ സംബന്ധിച്ചിടത്തോളം ക്ലൈമറ്റ് സ്മാർട്ട് അല്ലെങ്കിൽ കാലാവസ്ഥയ്ക്ക് അനുരൂപമായ കൃഷി ഇഷ്ടപ്പെടുത്തുക എന്നുള്ളത് ഏറെ അത്യാവശ്യമാണ്. അതിന് വേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് പഠിക്കാം. ഒന്നാമത്തതാണ് ഡ്രൗട്ട് ടോളറന്റ് ആൻഡ് ഫ്ലഡ് ടോളറന്റ് വെറൈറ്റീസ്. എന്താണത്? നമുക്ക് വെള്ളം അല്പം കുറവായാലും, അല്ലെങ്കിൽ ഡ്രൗട്ട് എന്ന് പറഞ്ഞാൽ വരൾച്ചയോട് അനുരൂപമായിട്ട് കൃഷി ചെയ്യാൻ സാധിക്കുന്നതായ നിങ്ങൾ സർവകലാശാല ഇറക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇനി കുറച്ച് വെള്ളം കൂടിയാലും അതിന് ടോളറന്റ് ആയിട്ടുള്ള കൃഷി ഇനങ്ങൾ ലഭ്യമാണ്. അപ്പൊ നമ്മൾക്ക് നമ്മുടെ കൃഷിയിടത്തിൽ കഴിഞ്ഞ 3 വർഷമായിട്ട് വെള്ളം കിട്ടാത്ത അവസ്ഥയാണ് എങ്കിൽ അപ്പൊ നമ്മൾ മഴ കുറവാണ് ആ സമയത്ത് എങ്കിൽ നമുക്ക് അല്പം കൂടെ കടന്ന് ചിന്തിക്കാം, ഈ തവണ വെള്ളം കുറവായിരിക്കും അല്ലെങ്കിൽ മഴ കുറവായിരിക്കും. അങ്ങനെയാണ് എങ്കിൽ
നമുക്കൊരു ഡ്രൗട്ട് അല്ലെങ്കിൽ വരൾച്ച പ്രതിരോധ ശേഷിയുള്ളതായ ഒരിനം കൃഷി ചെയ്യുകയാണെങ്കിൽ അത് നമ്മളെ എങ്ങനെ സഹായിക്കും? നമ്മുടെ വിളവ് നഷ്ടപ്പെടാതെ നമ്മളെ സഹായിക്കും. ഇനി നേരെ തിരിച്ച് കഴിഞ്ഞ കുറെ വർഷങ്ങളിൽ വെള്ളം അധികമായിട്ട് നമുക്ക് വന്നു. അപ്പൊ അങ്ങനെ വന്നപ്പോ വെള്ളം കെട്ടിക്കിടന്നു. അങ്ങനെ വെള്ളം കെട്ടിക്കിടക്കുന്നതായ അവസ്ഥ, അതിന് കുറച്ച് വെള്ളം കെട്ടിക്കിടന്നാലും അതിനെ പ്രതിരോധിക്കാനുള്ളതായ കൃഷി കൃഷി രീതികൾ നമുക്ക് അവലംബിക്കുന്നതിനോടൊപ്പം തന്നെ ആ ഒരു ഫ്ലഡ്, ആ ഒരു വെള്ളം പൊങ്ങിയ അവസ്ഥയിലും സസ്റ്റെയിൻ ചെയ്യുന്നതായ ചെടി ഇനങ്ങൾ നമുക്ക് ലഭ്യമാണ്. അങ്ങനെയുള്ള വിളകൾ നമ്മൾ സ്വീകരിക്കുകയാണ് എങ്കിൽ നമുക്ക് ഒരു പരിധി വരെ ഇവയോട് നമുക്ക് കിടപിടിച്ച് നിൽക്കാൻ സാധിക്കും. രണ്ടാമത്തതാണ് ഡ്രിപ്പ് ഇറിഗേഷൻ, വാട്ടർ എഫിഷ്യന്റ് ഇറിഗേഷൻ. ജലസേചനം നൽകുമ്പോൾ ആ വെള്ളത്തിന്റെ അവസ്ഥ മനസ്സിലാക്കി നമ്മൾ സേവനം നൽകണം. ഡ്രിപ്പ് പോലെ, നിങ്ങൾക്ക് ഡ്രിപ്പ് ഒക്കെ വളരെ കോമൺ ആണ്. പിന്നെ മൾച്ചിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കറുത്ത അല്ലെങ്കിൽ പ്രതലം കൊണ്ട് പുല്ലൊക്കെ ഉണ്ടാവാതിരിക്കാനും വെള്ളം വേസ്റ്റ് ആയി പോവാതിരിക്കാനും വേണ്ടിയിട്ട് നമ്മളുടെ കൃഷിയുടെ നമ്മൾ കവർ ചെയ്യുന്നു. എവിടെയൊക്കെയാണോ തൈകളുള്ളത്, പച്ചക്കറി കൃഷിയൊക്കെ ചെയ്യുന്നവർക്ക് കൂടുതൽ ഉപകാരപ്പെടാവുന്നതാണ് മൾച്ചിങ്. അതോടൊപ്പം മൈക്രോ സ്പ്രിംഗ്ലിംഗ് സിസ്റ്റം, തുള്ളിനന വഴി നമുക്ക് കൃത്യമായി സ്പ്രിംഗ്ലേഴ്സ്, നമ്മളുടെ ഏരിയയിലായിട്ടുള്ളതായ സ്പ്രിംഗ്ലിംഗ് സിസ്റ്റം, മഴ പെയ്യുന്നത് പോലെ നമ്മളുടെ കൃഷിയുടെ മുഴുവനും ആ ഏരിയ ആ ഒരു ഈർപ്പം തങ്ങി നിൽക്കുന്ന രീതിയിൽ നമുക്ക് ക്രമീകരിക്കാവുന്നതായ മൈക്രോ സ്പ്രിംഗ്ലേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. അതോടൊപ്പം തന്നെ മൂന്നാമത്തത് വെതർ ബേസ്ഡ് ഫാമിംഗ് ഡിസിഷൻ. നമുക്ക് വെതർ ഫോർകാസ്റ്റിംഗ് ടൂൾസ് ഒക്കെ നമുക്ക് കുറെ ലഭ്യമാണ്. അങ്ങനെയുള്ളതായ ഫോർകാസ്റ്റിംഗ് നമ്മൾ നടത്തിയ ശേഷം അതുവഴിയുള്ളതായ ആപ്ലിക്കേഷൻസ് വഴി ആ ഒരു ആപ്പ് കൃഷി, ഇപ്പൊ ഞാൻ കൃഷി വയ്ക്കാൻ വയനാട് KVKയില് അവർ ഓരോ ആഴ്ചകളിലും അവിടുത്തെ വെതർ ഫോർകാസ്റ്റിംഗ് ഇറക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ മനസ്സിലാക്കി നമ്മൾ അപ്പൊ അവിടെയുള്ള കർഷകർക്ക് ആ ഒരു സാധ്യത മുൻനിർത്തിക്കൊണ്ട് അവരുടെ കൃഷി രീതികളെ പ്ലാൻ ചെയ്യാവുന്നതാണ്. അപ്പൊ അങ്ങനെ നമുക്ക് വെതർ ബേസ്ഡ്, കാലാവസ്ഥയ്ക്ക് അനുരൂപമായ കൃഷി തീരുമാനങ്ങൾ, നാളെ മഴ പെയ്യാൻ സാധ്യത ഉണ്ടെന്ന് റിപ്പോർട്ട് കാണുകയാണെങ്കിൽ നാളെ മരുന്നടിക്കേണ്ടതില്ല എന്ന് നമുക്ക് തീരുമാനിക്കാം. അപ്പൊ അങ്ങനെയുള്ളതായ തീരുമാനം നമുക്ക് എടുക്കാൻ. അടുത്താണ് മിക്സഡ് ക്രോപ്പിംഗ്. നമ്മൾ ചീര മാത്രം കൃഷി ചെയ്യുന്ന കർഷകരാണെങ്കിൽ ചീരയോടൊപ്പം തന്നെ വേറെ കുറച്ച് വെള്ളം വന്നാലും പിടിച്ചു നിൽക്കാവുന്നതായ വേറെ എന്തെങ്കിലും കൃഷികൾ കൂടെ നമുക്ക് കൃഷി ചെയ്യാൻ സാധിക്കുന്നുണ്ട്. വാഴ കൃഷി ചെയ്യുമ്പോൾ അതിനോടൊപ്പം തന്നെ പയറും അല്ലെങ്കിൽ കുറച്ച് അധികം ചിലവില്ല. അപ്പൊ നമുക്ക് പെട്ടെന്നൊരു കാറ്റടിച്ച് വാഴ നഷ്ടപ്പെട്ടാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ അതിനകത്ത് നിന്ന് പരിപൂർണമായിട്ട് നമുക്ക് നഷ്ടമായി വരികയില്ല. അപ്പൊ മിക്സഡ് ക്രോപ്പിംഗ് അല്ലെങ്കിൽ ഒന്നിലധികം വിളകൾ കൃഷി ചെയ്യുന്നത് വഴി നമുക്ക് കാലാവസ്ഥയോടെ വരുന്നതായ പെട്ടെന്നുള്ള മാറ്റങ്ങളെ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. പിന്നുള്ളത് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്. വെള്ളത്തിന്റെ ലഭ്യത കുറവാണെങ്കിൽ മഴക്കുഴികൾ നിർമ്മിക്കുകയും ഇങ്ങനെയുള്ള ഫാം പോൺസ് ഒക്കെ നിർമ്മിക്കുകയും നമുക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ. അടുത്താണ് ഇന്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റ്. ഒരു സാർവത്രികമായ കീടനിയന്ത്രണത്തിന്റെ ഒരു അപ്രോച്ചാണ് IPM. വളരെ അറിയാവും നിങ്ങൾക്ക്, ഇതൊരു പക്ഷെ വളരെയധികം നിങ്ങൾക്കൊരു പക്ഷെ അറിയാവുന്നതായിരിക്കും. അന്നത്തെ കൾച്ചറൽ മെത്തഡ് എന്ന് ക്രോപ്പ് റൊട്ടേഷൻ, അതായത് ഇത്തവണ പാവലാണെങ്കിൽ അടുത്ത തവണയും പാവല ചെയ്യാതെ വേറെ ഏതെങ്കിലും ഒരു കൃഷി ചെയ്യുകയാണെങ്കിൽ ആ ഒരു കീടം അവിടെ വർദ്ധിക്കാതിരിക്കുകയും അങ്ങനെയുള്ളതായ ആ മണ്ണിൽ അലിഞ്ഞിട്ടുള്ളതായ ആ കീടാംശം നശിച്ചു പോകുവാൻ ഇടയാകുകയും ചെയ്യും. എല്ലാ വർഷവും വാഴ തന്നെയാണ് ചെയ്യുന്നതെങ്കിൽ അവിടെ തണ്ടുതരപ്പം പുഴുവൊക്കെ ഉണ്ട് എങ്കിൽ ആ പുഴു ആ മണ്ണിൽ തന്നെ കിടക്കുകയും അടുത്ത തവണ വാഴ വരുമ്പോൾ വീണ്ടും അതിനെ ആക്രമിക്കുകയും ചെയ്യും. അപ്പൊ ഒരു തവണ വാഴ കഴിഞ്ഞ ശേഷം വേറെ ഏതെങ്കിലും ഒരു കൃഷി നമ്മൾ അനുരൂപം കൃഷി ചെയ്യുകയാണെന്ന് വെച്ചാൽ നമുക്ക് നിശ്ചയമായിട്ടും അതിനെ നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കും. പിന്നെ ക്ലീൻ കൾട്ടിവേഷൻ. വാഴ കർഷകർ പ്രത്യേകം എപ്പോഴും പറയാറുള്ളതാണ്, വാഴയുടെ കച്ചി എല്ലാം കണ്ടിച്ച് വാഴയുടെ ചൊട്ടിൽ തന്നെ അങ്ങ് ഇട്ടേക്കും. അപ്പോൾ എന്തെങ്കിലും കുമിള രോഗങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ അത് അടുത്ത ആ മണ്ണിൽ തന്നെ അവിടെ കിടന്ന് അത് അവിടെ തന്നെ അങ്ങ് വളരുകയും ചെയ്യും. അപ്പൊ അങ്ങനെ ഒരു രീതി ഉണ്ടാവാതെ കൃഷിയിടം എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കാൻ നമുക്ക് ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. മൂന്നാമത്തെ ബയോളജിക്കൽ കൺട്രോൾ, ട്രൈക്കോഡർമ. അതോടൊപ്പം ഉള്ളതായ BT ബാസിലസ് തുറിഞ്ചിൻസിസ് ആയിട്ടുള്ള ക്രോപ്പുകൾ നമുക്ക് ഉപയോഗിക്കാം. മിത്ര കീടങ്ങളെ നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെയൊക്കെയുള്ള ബയോളജിക്കൽ ആയിട്ടുള്ള നമുക്ക് കൺട്രോൾ ചെയ്യാം. പിന്നെ ബൊട്ടാനിക്കൽ പെസ്റ്റിസൈഡ്സ്, നമുക്ക് ഓർഗാനിക് ആയിട്ടുള്ളതായ പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്നതായ കീടനാശിനികൾ നമുക്ക് ഉപയോഗിക്കുന്നത് വഴി നമുക്ക് കുറെ അധികം നമുക്ക് ഇതിനെയൊക്കെ നിയന്ത്രിക്കാൻ സാധിക്കും. പിന്നെ കെമിക്കൽ പെസ്റ്റിസൈഡ്സ്, നമ്മുടെ കർഷകരൊക്കെ ഇന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞ ജൈവ തീവ്രവാദികളായിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഒരിടത്ത് ക്ലാസ്സിന് പോയപ്പോ യൂറിയയും പൊട്ടാഷും ഇടുന്നതിനെ പറ്റി ഒരു സംസാരിച്ചു. അപ്പൊ ഒരു ചേച്ചി ചോദിച്ചാണ്, സാറേ യൂറിയക്ക് ജൈവമായിട്ട് നമുക്ക് എന്താ കൊടുക്കാൻ പറ്റുക എന്നുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു, നൈട്രജൻ ആണ് ചെടിക്ക് ആവശ്യം. നിങ്ങൾ ചാണകത്തിനകത്ത് നൈട്രജൻ ഉണ്ട്, അത് എങ്ങനെ കൊടുത്താലും ചെടി ഒരിക്കലും പറയില്ല ചാണകത്തിൽ നൈട്രജൻ എനിക്ക് വേണ്ട, എനിക്ക് യൂറിയൽ നൈട്രജൻ മതി. അല്ല തിരിച്ചോ,
യൂറിൻ നൈട്രജൻ എനിക്ക് വേണ്ട, എനിക്ക് ചാണകത്തിൽ തന്നെ ചെടിക്ക് ആവശ്യം കെമിക്കൽ ഫോമാണ്. അത് എങ്ങനെ കൊടുത്താലും ചെടിക്ക് ഏറ്റവും പെട്ടെന്ന് ആഗിരണം ചെയ്യാൻ ഏതാണോ എളുപ്പം അതുവഴിയാണ് അത് ആഗിരണം ചെയ്യുള്ളൂ. കെമിക്കൽ നമുക്ക് ഇതൊന്നും നമ്മളുടെ കീടങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ നമുക്ക് കെമിക്കൽ പെസ്റ്റിസൈഡിന് നിശ്ചയമായിട്ടും നമുക്ക് അതിനെ ചൂസ് ചെയ്യാവുന്നതാണ്. പിന്നെയുള്ളതാണ് മോഡേൺ ഇറിഗേഷൻ സിസ്റ്റം. ഒരു നൂതനമായ ജലസേചന മാർഗങ്ങൾ നമ്മൾ ഇതിനെപ്പറ്റി നമുക്ക് പഠിക്കേണ്ടതുണ്ട്. നമുക്കറിയാം മഴയുടെ ലഭ്യത എല്ലായ്പ്പോഴും ഉണ്ട്, എന്നാലും മഴ ഇല്ലാത്തതായ നോർത്ത് ഇന്ത്യൻ അവസ്ഥകളിലൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു മാർഗമാണ് ഡ്രിപ്പ് ഇറിഗേഷൻ. ഡ്രിപ്പ്, തുള്ളി നന. 70% ജലം നമുക്ക് സേവിക്കാൻ സാധിക്കും, രക്ഷിക്കാൻ സാധിക്കും എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെയുള്ളത് സ്പ്രിംഗ്ലർ സിസ്റ്റം. നമുക്ക് പെട്ടെന്ന് ജലത്തിന് അത്ര ക്ഷാമമില്ല എങ്കിൽ നമുക്ക് സ്പ്രിംഗ്ലർ വഴി കൊടുക്കുകയാണെങ്കിൽ ആ ഈർപ്പ അന്തരീക്ഷം അവിടെ നമുക്ക് നിലനിർത്താൻ സാധിക്കുന്നതാണ്. പിന്നെ മൂന്നാമത് ഫെർട്ടിഗേഷൻ. തുള്ളി നന ഉണ്ട് എങ്കിൽ അതിനോടൊപ്പം തന്നെ തുള്ളി നന എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കൃത്യമായിട്ട് ചെടിയുടെ വേറെ എവിടെയാണോ അവിടെ മാത്രമേ ഓപ്പണിംഗ് ഉണ്ടാവുകയുള്ളൂ. ഫെർട്ടിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? തുള്ളി നനയുടെ പൈപ്പിനകത്തൂടെ തന്നെ വളങ്ങളും ചെടിക്ക് ആവശ്യമായ വളങ്ങളും ലഭ്യമാക്കുന്ന രീതിയാണ് ഫെർട്ടിഗേഷൻ. വെള്ളത്തിൽ ലയിക്കുന്നതായ വളങ്ങൾ നമ്മൾ തെരഞ്ഞെടുത്ത് അത് തുള്ളി നനയുടെ ചാലുകളിലൂടെ ചെടിയുടെ വേരിലേക്ക് എത്തിക്കുന്നതായ രീതിയാണ് ഫെർട്ടിഗേഷൻ. പിന്നുള്ളത് ആദ്യം പറഞ്ഞ സോയിൽ മോയ്സ്ചർ സെൻസർ. ആദ്യത്തെ ഫസ്റ്റ് സ്ലൈഡിനകത്ത് പറഞ്ഞതാണ്. സോയിൽ, വെള്ളത്തിന്റെ അതിനകത്ത് ജലാംശം എത്രയുണ്ട് എന്ന് മനസ്സിലാക്കുന്നതായ സെൻസർ നമുക്ക് ലഭ്യമാണ്. പിന്നെ റെയിൻ വാട്ടർ ഹാർവെസ്റ്റ് ഒരിക്കൽ കൂടെ അത് ഉറപ്പിക്കുകയാണ്. വെള്ളം നഷ്ടപ്പെട്ടു പോകാതെ ഫാം പോണ്ടുകൾ വഴി നമുക്ക് ക്രമീകരിക്കാൻ സാധിക്കുന്നത്. മുമ്പോട്ട് പോകാം. ഓർഗാനിക് ഫാമിംഗ്. ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈ ഓർഗാനിക് ഫാമിംഗ് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ഓർഗാനിക് മാത്രമേ ഉപയോഗിക്കൂ, ഞാൻ വേറൊന്നും ഉപയോഗിക്കില്ല എന്നൊരു ജൈവ തീവ്രവാദികളാകാതെ ബുദ്ധിപൂർവ്വം ഈ ഓർഗാനിക്കും ഇനോർഗാനിക്കും തിരഞ്ഞെടുത്ത് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. പിന്നെ ഉള്ളതാണ് ബയോ ഫെർട്ടിലൈസേഴ്സ്, റൈസോബിയം പോലെയുള്ളതായ ജൈവ വളങ്ങളെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. ബയോ പെസ്റ്റിസൈഡ്സ്, ട്രൈക്കോഡർമ ബേബിയറിയ പോലുള്ള ബയോ പെസ്റ്റിസൈഡ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. ഓർഗാനിക് മാനുവർ, ജൈവ വളങ്ങൾ, കമ്പോസ്റ്റ് വളമാകട്ടെ, വെർമി കമ്പോസ്റ്റ് ആകട്ടെ, ബാക്കിയുള്ളതായ കമ്പോസ്റ്റ് വളങ്ങൾ നമുക്ക് ഉപയോഗിക്കാം. ലിക്വിഡ് ഓർഗാനിക്സ് നമുക്ക് അറിയാവുന്നതുപോലെ പഞ്ചഗവ്യവും ജീവാമൃതവും ഒക്കെ നമുക്ക് അറിയാവുന്നതാണ്, അതൊക്കെ നമുക്ക് ഉപയോഗിക്കാം. സോയിൽ ഹെൽത്ത് ഇംപ്രൂവ്മെന്റ്, മണ്ണിന്റെ ജീവാംശവും ആരോഗ്യവും നിലനിർത്താൻ വേണ്ടിയിട്ട് മൈക്രോബ്സ്, ആദ്യം പറഞ്ഞതുപോലെ ട്രൈക്കോഡർമ പോലുള്ള മൈക്രോബ്സ് നമുക്ക് ഉപയോഗിക്കുന്ന രീതിയാണ് ഇത്. മുമ്പോട്ട് പോകുമ്പോൾ പോസ്റ്റ് ഹാർവെസ്റ്റ് ടെക്നോളജി. പോസ്റ്റ് ഹാർവെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വിളവെടുപ്പാണ്. പോസ്റ്റ് ഹാർവെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം? വിളവെടുപ്പിന് ശേഷമുള്ള ടെക്നോളജിയാണ് പോസ്റ്റ് ഹാർവെസ്റ്റ് ടെക്നോളജി. അതിനോടൊപ്പം വാല്യൂ അഡീഷനും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. വിളവ് കൂട്ടാനും ഒരു പുതിയ കാലത്ത് നമുക്ക് കൃഷി ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ടതായ വസ്തുതകൾ ഇതെല്ലാമാണ്. പോസ്റ്റ് ഹാർവെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്? ഡ്രൈയിങ് ടെക്നോളജി. കൃഷി നമുക്ക് മൂല്യവർദ്ധന എന്ന് പറയാൻ പറ്റില്ല, മൂല്യവർദ്ധന ഉൽപ്പന്നങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. വാല്യൂ അഡീഷൻ. നമുക്ക് കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഇടത്ത് കൊണ്ടുപോകുന്നതാണ് വാക്വം ഫ്രൈഡ് നമ്മളുടെ ജാക്ക് ഫ്രൂട്ട്, ചക്ക. അത് വാക്വം ഫ്രൈ ചെയ്തതായ, നമ്മൾ ചക്ക വറുത്ത് ഉണ്ടാക്കുന്നത് പോലെ തന്നെ എണ്ണയിൽ ഉപയോഗിക്കുക, അത് വാക്വം ഫ്രൈ ചെയ്തതായ നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പൊ അതൊക്കെ നമുക്ക് ചക്ക വെറുതെ പാഴായി പോകുന്നത് വാക്വം ഫ്രൈ ചെയ്ത് നല്ല റീസെയിൽ നമുക്ക് മാർക്കറ്റിൽ സെയിൽ വാല്യൂ ഉള്ള വസ്തുതകളാണ്. അപ്പൊ അങ്ങനെയുള്ളതായ ഡ്രൈയിങ് ടെക്നോളജീസ്. അതിനോടൊപ്പം ഈ പടത്തിൽ കാണുന്ന സോളാർ ഡ്രൈയേഴ്സ് ആണ്. സോളാർ രശ്മികൾ ഉപയോഗിച്ച് നമുക്ക് ഡ്രൈയേഴ്സ് നമുക്ക് ഉണ്ട്, അത് നമുക്ക് ഉപയോഗിക്കാം. ഹോട്ട് ഡ്രൈയേഴ്സും ഉണ്ട്. പിന്നുള്ളത് കോൾഡ് സ്റ്റോറേജ്. നമുക്ക് കൂടുതലായിട്ട് ഇപ്പോ എല്ലാ സമയത്ത് ഇപ്പൊ ചക്ക ഉണ്ടാകുമ്പോൾ, ബേസിക് ഉദാഹരണമാണ്, ചക്ക ഉണ്ടാകുമ്പോൾ സീസൺ ആണെങ്കിൽ എല്ലാ വീട്ടിലും ചക്കയായിരിക്കും. ചക്ക നമുക്ക് കറിയാണെങ്കിലോ ചക്കക്കുരുവും മാങ്ങയും കൂട്ടി നമ്മൾ മടുക്കും അല്ലേ വീട്ടിലൊക്കെ ആണെങ്കിൽ. അതായിരിക്കും. അപ്പൊ നമ്മൾ ഇതിനൊക്കെ ഒന്ന് മാറ്റി നിർത്തിയിട്ട് ഈ ചക്ക അല്പം എടുത്ത് നമ്മൾ സംസ്കരിച്ച് കോൾഡ് സ്റ്റോറേജ്, ആ രണ്ടാമത്തെ പടത്തിൽ കാണുന്നതാണ്. ഇത് ഒരു 2 മാസം നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ സാധിക്കുകയാണ് എങ്കിൽ നമുക്ക് അടുത്ത ഇതില്ലാത്തൊരവസ്ഥ നമുക്ക് ഉപയോഗിക്കും. കോൾഡ് സ്റ്റോറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഒക്കെ കൂടുതൽ കാലം പാക്ക് ചെയ്തും അന്തരീക്ഷത്തിലെ കാലാവസ്ഥയിൽ നിന്ന് താഴ്ന്ന ഒരു കാലാവസ്ഥയിൽ നമ്മൾ സൂക്ഷിക്കുന്നതാണ് കോൾഡ് സ്റ്റോറേജ് എന്ന് പറയുന്നത്. പിന്നുള്ളത് പ്രോസസ്സിംഗ് ആണ്. നമുക്ക് അച്ചാറുകളായിട്ടോ അല്ലെങ്കിൽ ഫ്ലോർ എന്ന് പറഞ്ഞാൽ നമ്മളുടെ പൊടികളുണ്ടല്ലോ, ചക്കപ്പൊടിയൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, അല്ലെങ്കിൽ ചിപ്സ് ആയിട്ടോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാവുന്ന രീതിയാണ് പ്രോസസ്സിംഗ്. നാലാമത്തത് മാർക്കറ്റ് പ്രിപ്പറേഷൻ, ബ്രാൻഡിങ്. നമുക്ക് കുറച്ചധികം കൃഷി ഉണ്ട് എങ്കിൽ നമുക്ക് നമ്മളുടേതായ ഒരു ബ്രാൻഡ് നിർമ്മിക്കുകയാണെങ്കിൽ, നമ്മൾ മാർക്കറ്റിനെ അതിനുവേണ്ടി ഒന്ന് സജ്ജമാക്കി നമുക്ക് നമ്മുടെ ഇനങ്ങൾ നമുക്ക് മാർക്കറ്റിൽ ലഭ്യമാക്കാൻ സാധിക്കുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഒരു വാല്യൂ അഡീഷൻ. അതാണ് ഏറ്റവും വലിയ വാല്യൂ അഡീഷൻ നമ്മൾ കാണേണ്ടത്.
അപ്പൊ അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അപ്പൊ ഇത്രയുമാണ് പോസ്റ്റ് ഹാർവസ്റ്റ് ടെക്നോളജിക്ക് പറയാനുള്ളത്. മുമ്പോട്ട് പോകാം. സോയിൽ ഹെൽത്ത് ആൻഡ് സോയിൽ ടെസ്റ്റിംഗ് ടെക്നോളജീസ്. ആരോഗ്യമുള്ള മണ്ണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോഗ്യമുള്ള വിളകളാണ്. മണ്ണിന്റെ ആരോഗ്യം പോയി കഴിഞ്ഞാലോ വിളകളിലെ ആരോഗ്യവും പോവും. അതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് മണ്ണിന്റെ ആരോഗ്യം മനസ്സിലാക്കേണ്ടത് ഏറെ ആവശ്യമാണ്. ഒന്നാമത്തതാണ് സോയിൽ ടെസ്റ്റിംഗ്. സോയിൽ ടെസ്റ്റിംഗ് കിറ്റ് എന്ന് പറയുന്ന ഫസ്റ്റ് സാധനം ഉണ്ടല്ലോ, NPK, ബേസിക് അടിസ്ഥാന വളങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനും മണ്ണിലെ PHഉം EC ഒക്കെ മൈക്രോട്രിയൻസ് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടി ഒരു കിറ്റ്, അത് നമ്മൾ അല്പം ഒന്ന് പഠിക്കുകയാണ് എങ്കിൽ കൃത്യമായിട്ട് നമുക്ക് ആ കിറ്റ് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. സോയിൽ ടെസ്റ്റിംഗ് കിറ്റ്സ് നമുക്ക് അവൈലബിൾ. സോയിൽ ഹെൽത്ത് കാർഡ്, കൃഷി ഭവനുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരൊക്കെ ഈ കാർഡ് കിട്ടിക്കാണുമല്ലോ. അങ്ങനെ മണ്ണ് കൃത്യമായി പരിശോധിക്കുന്നത് വഴി ആ സോയിൽ ഹെൽത്തിനകത്ത് ഏതൊക്കെയാണ് നമ്മളുടെ സൂക്ഷ്മ മൂലകങ്ങൾ, നമുക്ക് ആവശ്യമുള്ള മൂലകങ്ങൾ ഏതൊക്കെയാണ്, അത് എങ്ങനെയാണ് നമ്മളുടെ കൃഷിയിടത്തിലുള്ളത്, അത് ആവശ്യത്തിനുണ്ടോ അതോ കുറവാണോ അതോ അധികമാണോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ മണ്ണ് ഏത് തരമുള്ള മണ്ണാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. നാലാമത്താണ് ലൈം ആപ്ലിക്കേഷൻ. അസിഡിക് സോയിലുകളാണെങ്കിൽ, ആസിഡ് അംശമുള്ള സോയിലുകളാണ് എങ്കിൽ കുമ്മായം ഉപയോഗിക്കാം. നിങ്ങൾക്ക് അതൊക്കെ അറിയാവുന്നതാണ്. പിന്നെ ഓർഗാനിക് മാറ്റർ, വീണ്ടും പറയുന്നു, കമ്പോസ്റ്റും ഗ്രീൻ മാനൂറും പോലെയുള്ളതായ ജൈവ അംശങ്ങളെ ആഡ് ചെയ്യുന്നത് വഴി മണ്ണിന്റെ ആരോഗ്യം നമുക്ക് അല്പം കൂടെ മെച്ചപ്പെടുത്താൻ സാധിക്കുന്നതാണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് അറിയാമല്ലോ, ഡിജിറ്റൽ അഗ്രികൾച്ചർ, ഈ മാർക്കറ്റിംഗ്. നമ്മൾ ഡിജിറ്റൽ യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലെ. ഇപ്പൊ ഞാൻ ക്ലാസ് എടുക്കുന്നത് പോലും ഒരു 10-20 കൊല്ലം മുമ്പ് ഇവിടെ ക്ലാസ്സിലുള്ള ആരെങ്കിലും ചിന്തിച്ചിരുന്നോ വീട്ടിനകത്ത് ഒരു വൈകുന്നേരം ഒരു നിങ്ങൾക്ക് ക്ലാസ് കേൾക്കാൻ സാധിക്കുമെന്ന്? ഒരിക്കലുമില്ല. നമ്മൾ ക്ലാസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സങ്കല്പത്തിൽ ക്ലാസ് എങ്ങനെയാണ്? നമ്മൾ ക്ലാസ്സിൽ പോകുന്നു, അധ്യാപകൻ വരുന്നു, കുട്ടികളൊക്കെ ഇരിക്കുന്നു. എന്നാൽ അതിനൊക്കെ ആ ഒരു അവസ്ഥ, ഒരു ഡിജിറ്റൽ വേൾഡ് വന്നപ്പോ ഇതെല്ലാം മാറിപ്പോയി. അപ്പൊ ആ ഒരു മാറ്റപ്പെട്ട അവസ്ഥയിൽ ഡിജിറ്റൽ യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആ ഒരു ഡിജിറ്റലൈസേഷൻ നമ്മളുടെ കൃഷിയിടങ്ങളിലേക്കും കൊണ്ടുവരേണ്ടത് ഏറെ ആവശ്യമാണ്. അതുപോലെ മൊബൈൽ ആപ്പ്, നിങ്ങൾക്ക് ക്രോപ്പ് ഏതെങ്കിലും ചെടി നിങ്ങൾക്കുണ്ട്, അതിനകത്ത് എന്തെങ്കിലും ഒരു രോഗത്തിന്റെ സാന്നിധ്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല, നിങ്ങളത് ആ ചിത്രം എടുക്കുകയാണ്. ക്യാബി എന്നൊക്കെ പറയുന്ന പ്ലാറ്റ്ഫോം നമുക്ക് ലഭ്യമാണല്ലോ. ചിത്രങ്ങളൊക്കെ എടുക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് അത് ഏത് പെസ്റ്റ് ആണ് അല്ലെങ്കിൽ ഏത് കീടമാണ്, കീടത്തിന്റെ പടം ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഫോട്ടോ എടുത്ത് ഗൂഗിൾ ലെൻസിൽ സ്കാൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും ഇത് ഏത് കീടമാണെന്ന്. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് അതിന് വേണ്ടതായ മരുന്ന് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ അങ്ങനെ ഓൺലൈൻ മൊബൈൽ ആപ്ലിക്കേഷൻസ് വഴി നമുക്ക്, പിന്നെ ആദ്യം പറഞ്ഞതാണ് എന്നാൽ ഒരിക്കൽ കൂടെ വെതർ, കാലാവസ്ഥ വ്യതിയാനത്തെ പറ്റി നമുക്ക് പഠിക്കാൻ, ഫോർകാസ്റ്റിംഗ്, നാളെ മഴ പെയ്യാൻ സാധ്യതയുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാനൊക്കെ ഇന്നേ സാധിക്കും. രണ്ടാമത്തെയാണ് ഓൺലൈൻ മണ്ടീസ്. മണ്ടി എന്ന് പറഞ്ഞാൽ ചന്ത എന്നാണ് അർത്ഥം. ഈനാം അല്ലെങ്കിൽ കൃഷി മണ്ടി പോലെയുള്ളതായ കൃഷിയിടങ്ങളിൽ നമുക്ക് കൃത്യമായ നമ്മളുടെ കാർഷിക വിളകൾ നമുക്ക് ഓൺലൈനായിട്ട് വിൽക്കാനൊക്കെ സാധിക്കുന്ന ഇടങ്ങളാണ് ഈനാം ഒക്കെ പോലുള്ള ഇടങ്ങൾ. പിന്നെയുള്ള ഡിജിറ്റൽ പേയ്മെന്റ്, ഗൂഗിൾ പേ ഉപയോഗിക്കാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടോ? എനിക്ക് തോന്നുന്നില്ല. ഗൂഗിൾ പേ ഒക്കെ നമ്മൾ കൃത്യമായിട്ട് എല്ലാവരും ഉപയോഗിക്കുന്നു. അതുപോലുള്ള പേയ്മെന്റ് ഒക്കെ നമുക്ക് ഇതിലേക്കാകാം. ഫാം റെക്കോർഡ്സ് കീപ്പ് ചെയ്യാൻ നമ്മുടെ കർഷകർ, പ്രത്യേകിച്ച് മലയാളി കർഷകർ കുറച്ച് പിന്നോട്ടാണ്. കഴിഞ്ഞ വർഷം ഏത് വെള്ള ചെയ്യുമ്പോൾ അറിയണമെങ്കിൽ നമുക്ക് അറിയത്തില്ല, നമുക്ക് എഴുതി ചെയ്തൊന്നും പണ്ടേ ഇല്ല. പക്ഷെ അത് മാറിയിട്ട് ഫാം റെക്കോർഡ് നമുക്ക് ഇന്ന ദിവസം ഏതെങ്കിലും ഒരു ഡിജിറ്റൽ ഡയറി ഡൗൺലോഡ് ചെയ്യുക. ഇപ്പൊ ഇന്ന് നവംബർ ഇത്ര ദിവസം ഇന്ന വെള്ളം ഇത്ര സമയം നമ്മൾ വെള്ളം കൊടുത്തു, അല്ലെങ്കിൽ ഇത്ര സമയം ഇത്ര വളം നമ്മൾ ഇത്ര തോതിൽ ആഡ് ചെയ്തു, ഇനി അടുത്ത വളം എന്നൊക്കെയാണ് വേണ്ടത് നമുക്ക് മനസ്സിലാക്കാൻ. അപ്പൊ ആ ഒരു ഫാം റെക്കോർഡ്സ് കീപ്പ് ചെയ്യാനൊക്കെ നമുക്ക് സാധിക്കുന്നത് ഓൺലൈൻ വഴിയാണ്. അടുത്തത് വാട്സ്ആപ്പ് ഗ്രൂപ്പ്സ് ഫോർ കളക്ടേഴ്സ് അല്ലേ. ഞങ്ങളുടെയൊക്കെ ഇവിടെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുണ്ട്, കർഷക വിപണിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടും അല്ലാതെയും ഒക്കെ കർഷക ചന്ത, അങ്ങനെയൊക്കെയുള്ള ഗ്രൂപ്പുകൾ നമുക്ക് ആഡ് ആയിട്ടുണ്ടല്ലോ. അപ്പൊ അവിടെയൊക്കെ നമുക്ക് ആവശ്യമുള്ളതായ കൃഷി വസ്തുതകൾ നമ്മുടെ കൃഷി വിളകൾ നമുക്ക് വിൽക്കാനും, അതുപോലെ മറ്റുള്ളവരുടേതായ കർഷകന്റെ കയ്യിൽ നിന്ന് തന്നെ ഇടനിലക്കാരില്ലാതെ കർഷകൻ ടു കർഷകൻ ഇത് സപ്ലൈ നടത്താൻ സാധിക്കുമ്പോൾ അത് കൃത്യമായ ഒരു ഈ ഡിജിറ്റൽ ഇരയിൽ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മുടെ കുതിച്ചുചാട്ടമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പൊ അടുത്തതാണ് പ്രൊട്ടക്റ്റഡ് കൾട്ടിവേഷൻ. നമുക്ക് അറിയാവുന്നതാണ്, ഗ്രീൻ ഹൗസ് ഒക്കെ നമ്മുടെ നാട്ടുകളിൽ വളരെ കോമൺ ആണ്. എന്നാലും അല്പം കൂടെ കടന്നു ചിന്തിക്കുകയാണെങ്കിൽ പോളി ഹൗസ്, ഷെയ്ഡ് നെറ്റ്, ഗ്രീൻ ഹൗസ് ഒക്കെ നമുക്കുണ്ട്. ആദ്യം ഡ്രിപ്പ് ഇറിഗേഷൻ മുമ്പ് ഒരിക്കൽ പറഞ്ഞതാണ്. ഫെർട്ടിഗേഷൻ എന്ന് പറഞ്ഞതിനോട് തുള്ളുന്നതിനോടൊപ്പം തന്നെയുള്ളതായ വളം നൽകുന്ന മാർഗം കൂടിയാണ് ഫെർട്ടിഗേഷൻ. മൂന്നാമത്തെ ഏതൊക്കെ ക്രോപ്പാ നമുക്ക് ഇതുപോലെ, നമുക്ക് ഒരിക്കലും നെല്ലോ അല്ലെങ്കിൽ തെങ്ങോ കവുങ്ങോ ഇതിനകത്ത് പറ്റത്തില്ല. പച്ചക്കറി വിളകൾ കൂടുതലായിട്ടും പൂക്കളും പുഷ്പ വിളകളും ഒക്കെയാണ് ഇങ്ങനെയുള്ള ഇടങ്ങൾ നമുക്ക് സാധിക്കുന്നത്. പിന്നെയുള്ള ഹൈഡ്രോപോണിക്സ് ഒക്കെ പുതിയതായ നവീനമായ രീതിയാണ്. വെർട്ടിക്കൽ ഫാമിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം തട്ടായിട്ട്
നിങ്ങളുടെ വീട്ടിൽ കൃഷി ഉണ്ട് എങ്കിൽ എറണാകുളം ടൗണിൽ നടുക്ക് ഫ്ലാറ്റിൽ ജീവിക്കുന്ന ഒരാൾക്ക് അത്രയും ഇട കൃഷി ചെയ്യാൻ ഉണ്ടാവത്തില്ല. അപ്പൊ അയാൾക്ക് വെർട്ടിക്കൽ സ്വന്തമായിട്ട് ഇലകറികളൊക്കെ കഴിക്കണം എന്നുള്ളവര് വെർട്ടിക്കൽ ഫാമിംഗ് ഓപ്ഷൻ ഉപയോഗിച്ച് നമ്മളുടെ ബാൽക്കണികളിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ അത് ഉപയോഗിച്ച് കൃഷി ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. അടുത്താണ് ക്ലൈമറ്റ് കൺട്രോൾ. കാലാവസ്ഥ മനസ്സിലാക്കുവാനും അതിനനുരൂപമായ, ഞാൻ ആദ്യം മുമ്പ് 2 വട്ടം പറഞ്ഞ കാലാവസ്ഥയ്ക്ക് ചേർന്നതായ കൃഷിയിടങ്ങളെ നമുക്ക് നമ്മളെ കൃഷി ചെയ്യാൻ നമ്മളെ ഗ്രീൻ ഹൗസസ് നമ്മളെ സഹായിക്കും. അതാണ് പ്രധാനമായിട്ടുമുള്ളതായ 5 ഇത്രയുമുള്ളതായ കാര്യങ്ങൾ. മൈക്കൊന്ന് മ്യൂട്ട് ചെയ്യണേ. വോട്ട് ചെയ്യാൻ പറ്റൂല, അതുകൊണ്ട് അതിനുള്ള സൗകര്യങ്ങൾ മുമ്പോട്ട് പോകാം. അപ്പൊ ഇത്രയുമാണ് 10 കാര്യങ്ങള് 10 കാര്യങ്ങൾ ഇത്രയുമാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഏറെക്കുറെ നിങ്ങൾക്ക് പുതിയതായ, നിങ്ങൾക്ക് കുറെയൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കാം തീർച്ചയായും. കുറെയൊക്കെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കാത്തതും ഒക്കെ ആയിട്ടുള്ളതായ കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അങ്ങനെയാണ് എങ്കിൽ ഏതെങ്കിലും, ഞാൻ ആദ്യം പറഞ്ഞതില്ലേ, ഏതെങ്കിലും ഒക്കെ ഒരു നൂതനമായ മാർഗം, എല്ലാം നമുക്ക് ഒരു പക്ഷെ സാധിച്ചോളണമെന്നില്ല, ഏതെങ്കിലും ഒരു പുതിയ രീതി നമുക്ക് ഫോളോ ചെയ്യുകയാണ് എങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മളുടെ ഉന്നമനത്തിന്, കാർഷിക വിളകൾ വർദ്ധിപ്പിക്കുന്നതിനും ഒക്കെ ഉപകാരപ്രദമാകും എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിന്റെ ഉള്ളടക്കം. മുന്നത്തെ ക്ലാസ് പോലെ നിങ്ങൾക്ക് പെട്ടെന്ന് എല്ലാവർക്കും ഉൾക്കൊള്ളാൻ സാധിക്കുന്നതും നാളെ തന്നെ എല്ലായിടത്തും എല്ലാവർക്കും പരീക്ഷിക്കാൻ സാധിക്കുന്നതുമായ ഒരു ക്ലാസ് അല്ല ഇന്ന് കഴിഞ്ഞെന്ന് എനിക്ക് ബോധ്യമുണ്ട്. എന്നാൽ കർഷകരായ നമ്മൾ എല്ലാവരും കൃഷി സംബന്ധമായ മേഖലയിൽ ഏതൊക്കെയാണ് പുതിയതായ നൂതനമായ ടെക്നോളജി വരുന്നത് എന്ന് മനസ്സിലാക്കുവാനും അതിനെപ്പറ്റി പഠിക്കുവാനും കൃത്യമായി നമ്മൾ ശ്രമിച്ചിരിക്കണം. നൂതനമായ രീതികൾ, സാങ്കേതിക വിദ്യകളൊക്കെ വരുമ്പോൾ അതുമായിട്ട് അഡാപ്റ്റ് ചെയ്യാനുമുള്ളതായ ഒരു അവസ്ഥ അവിടെ സംജാതമാകണമെന്ന് മാത്രമല്ല, നമ്മൾ അതിനോട് പോസിറ്റീവായിട്ട് പ്രതികരിക്കുകയും ചെയ്യുകയാണെങ്കിൽ നിശ്ചയമായിട്ടും ഇതെല്ലാം നമ്മളുടെ മെച്ചത്തിന് വേണ്ടിയിട്ട് പാത്രീഭവിക്കാൻ കാരണമാകും. ഇത്രയും ഉള്ളൂ ക്ലാസ്. താങ്ക് യു.